ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ ഒരു തസ്ബീഹ് പറയണേ. ഇത് പറഞ്ഞിട്ട് ദുആ അരക്കണേ. വേഗം അല്ലാഹു നമ്മുടെ ദുആ ഖബൂൽ ചെയ്യും. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽമ് വമബ്ലഗർ റിളാ വസിനത്തൽ അർശ് എന്ന് പറഞ്ഞേ. സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ വമുൻതഹൽ ഇൽമ് വമബ്ലഗർ റിളാ വസിനത്തൽ അർശ്. സുബ്ഹാനല്ലാഹ്, അതാണ് ഏറ്റവും അവിടെ ഹൈലൈറ്റ് ആയിട്ടുള്ള തസ്ബീഹ്. അതാണ് സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹി മിൽഅൽ മീസാൻ. മീസാൻ നിറച്ചും അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. മീസാൻ എന്ന തുലാസില്ലേ, ആ തുലാസ് മുഴുവനും നിറയെ അല്ലാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. പിന്നെയോ വമുൻതഹൽ ഇൽമ്, ഇൽമിന്റെ അറ്റത്തോളം വിശാലമായ നിന്റെ പരിശുദ്ധി. അല്ലെ, അള്ളാഹുവിന്റെ പരിശുദ്ധി എന്ന് പറഞ്ഞാൽ അത് അളക്കാൻ പറ്റൂല, അളക്കാൻ പറ്റാത്തത്രയും വിശാലമാണ് അള്ളാഹുവിന്റെ പരിശുദ്ധി. അള്ളാഹുവിന്റെ അർശിന്റെയും അള്ളാഹുവിന്റെ തൃപ്തിയുടെയും അളവനുസരിച്ച് അള്ളാഹുവേ നിന്റെ പരിശുദ്ധിയെ ഞാൻ വാഴ്ത്തുകയാണ്. ഒരു ദിവസം ഒരു 3 പ്രാവശ്യമെങ്കിലും ഈ ഒരു തസ്ബീഹ് പറയണേ. അൽഹംദുലില്ലാഹ്. അല്ലാഹു തആല മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റിയത് അൽഹംദുലില്ലാഹ് എന്നുള്ള വാക്കാണ്. പ്രയാസം വരുമ്പോൾ അൽഹംദുലില്ലാഹ്, പ്രശ്നം വരുമ്പോൾ അൽഹംദുലില്ലാഹ്, സന്തോഷം വന്നാലും അൽഹംദുലില്ലാഹ്, മക്കളുടെ വിവാഹം അടുത്തു വന്നു അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ എനിക്കൊരു രോഗമാണെന്ന് അറിഞ്ഞു അൽഹംദുലില്ലാഹ്, ക്യാൻസർ ആണെന്ന് തെരഞ്ഞു അൽഹംദുലില്ലാഹ്, അറ്റാക്ക് ആണ് അൽഹംദുലില്ലാഹ്, കിഡ്നിക്ക് പ്രശ്നമാണ് അൽഹംദുലില്ലാഹ്. അപ്പൊ പറയണോ അൽഹംദുലില്ലാഹ് എന്ന് പറ. അള്ളാഹു അതിന് വലിയ പ്രതിഫലം തരും. ആ രോഗം അല്ലാഹു തആല മാറ്റാൻ നീ പറയുന്ന അൽഹംദുലില്ലാഹ് മാത്രം മതി. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. പരിശുദ്ധമായ ഈ ഒരു മാസം അല്ലാഹു തആല നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ. എന്തെല്ലാം സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ടോ മുഴുവനും അല്ലാഹു തആല കബൂലാക്കട്ടെ. പുണ്യമായൊരു മാസം നമ്മളിലേക്ക് ഇതാ വരാനിരിക്കുകയാണ്. അല്ലാഹു റബ്ബുൽ